ഞങ്ങൾ കെട്ടണ വീഡിയോ അല്ലേ, ഞങ്ങൾ എന്തൊക്കെ കട്ട് ചെയ്ത വീഡിയോ ആണല്ലേ അല്ലേ? അതെന്തായിരിക്കും നിങ്ങളുടെ അത്ര ഓടിയത്? അറിയില്ല, ചിലപ്പോൾ ആൾക്കാർക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നി കാണും. സ്പെഷ്യലാണ്, അതെ തീർച്ചയായിട്ടും. അതിനകത്തൊരു വോയിസ് ഓവറിൽ പറയുന്നുണ്ട് നിങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് എന്ന്. പ്രണയിച്ച് നിങ്ങളുടെ പ്രണയം എത്ര നാളുണ്ടായിരുന്നു? പ്രണയം ഡിസംബറിൽ തുടങ്ങി സെപ്റ്റംബർ കല്യാണം കഴിച്ചു. ഓ ആഹാ, അപ്പൊ എങ്ങനെ കണ്ടത്? സഡൻ പ്രണയം സഡൻ കല്യാണമാണല്ലോ. അതെ. രണ്ടുപേർക്ക് നാണമാണോ? ഇല്ല, പിന്നെ കണ്ടത് ഡിസംബർ. ഉണ്ണിയേട്ടൻ ഫസ്റ്റ് ആണ് കണ്ടത് ഡിസംബർ 9-ാം തീയതി. എവിടെ വെച്ചിട്ട്? പുള്ളിക്കാരിയുടെ ചേച്ചിയും ഹസ്ബൻഡും ഒരു ബ്യൂട്ടി സലൂൺ ഇട്ടിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരനാണ് എന്നെ എപ്പോഴും ഹെയർ കട്ടിനും എല്ലാം വരുന്നതുമില്ല. അപ്പോൾ പുള്ളിക്കാരൻ്റെ പുതിയ ബ്രാഞ്ച് ഒന്ന് ഓപ്പണായി. അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എൻ്റെ അടുത്ത് അങ്ങോട്ട് വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ പോയപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. അവിടെ വെച്ച് അവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി, പഠിച്ച് കോളേജിൽ പോയിട്ട് കഴിഞ്ഞ് വന്നിട്ടായിരുന്നു. നിന്നപ്പോ ഇല്ല അപ്പൊ ഞാൻ ആക്ച്വലി മുഖത്തോല് നോക്കിയില്ല സീരിയസ്ലി. എനിക്ക് അമല് പറയുമ്പോ ഇതൊക്കെ സത്യമാണോ എന്ന് ചിന്തിക്കാം. ഞാനിങ്ങനെ ഇപ്പൊ ഡിസബിലിറ്റി ഉള്ള ഒരാൾ വീൽ ചെയറിക്ക് ഞാൻ അവർക്ക് ഫേസ് കൊടുക്കത്തില്ല, കാരണം അവർക്ക് ചിലർക്ക് അതൊരു അൺകംഫർട്ടബിൾ അല്ലേ. അപ്പൊ ഞാനിങ്ങനെ കാണാത്ത പോലെ ഇങ്ങനെയൊക്കെ നോക്കിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് കണ്ടത് ആളുടെ സിസ്റ്ററിന്റെ മോന്റെ, അതായത് ഇവിടെ ഓടിക്കളിച്ചില്ല, അവന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് പോയപ്പോഴാണ് അടുത്ത് കണ്ടത്. അപ്പോഴാണ് ഞാൻ കറക്റ്റ് ശ്രദ്ധിച്ചത്. ആ സമയത്ത് ഇങ്ങനെ നോക്കണ കണ്ടപ്പോ ഞാൻ നോക്കി. പിന്നെ ബാക്കിയല്ല ഇൻസ്റ്റഗ്രാം വഴിയായിരുന്നു കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഇതുവരെയൊക്കെ എത്തി. അന്ന് കണ്ടിട്ട് കക്ഷി നോക്കിയില്ലെന്നാ പറഞ്ഞ. പിന്നെ എങ്ങനെയാ? അല്ല, സെക്കൻഡ് ടൈം കണ്ടപ്പോ ഞാൻ നോക്കിയായിരുന്നു. അല്ല, അന്ന് കണ്ടപ്പോ ശരിക്കും എനിക്ക് ആരാന്ന് അറിയില്ല, ഞാൻ ജസ്റ്റ് കണ്ടത് മാത്രമേ ഉള്ളൂ. കണ്ടിട്ട് പിന്നെ പുള്ളിക്കാരിയുടെ ചേച്ചിയെടുത്ത് ചോദിച്ചു, ഇതാരാന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ അറിയണ പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു അനിയത്തി ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. പുള്ളിക്കാരി ചേച്ചിയായിട്ട് എനിക്ക് വർഷങ്ങളോളം, അവര് ഭാര്യ ഭർത്താക്കമാണല്ലോ, അപ്പൊ എനിക്കറിയാം. അപ്പൊ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് പുള്ളിക്കാരി അന്വേഷിച്ചെന്ന്, എവിടെയോ ഒരു ലഡു പൊട്ടി അനിയത്തിയാണെന്ന്. പിന്നെ അപ്പോഴും എനിക്ക് അന്വേഷിച്ച മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ വന്നപ്പോ അപ്പൊ കണ്ടു. അന്നാണ് ഞാൻ ശരിക്കും ഒന്ന്. കുട്ടി ഇൻസ്റ്റ ഐ ഡി തരാമോന്നായിരിക്കും? ഓൾറെഡി ഇൻസ്റ്റ ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആരാ നോക്കി വെച്ചേ? പേടിപ്പിക്കണ്ട. ഞാൻ എന്നിട്ട് അന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ട് ആളുടെ അടുത്ത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പോരാൻ നേരത്ത് ഞാൻ ഇനി എപ്പോഴായിരിക്കും കാണുന്നത്, അങ്ങനത്തേക്ക് ഒരു ഫീൽ, ഒരു വിഷമം. അങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ട് ഇൻസ്റ്റഗ്രാം നോക്കുമ്പോ ദേണ്ട് ഫോളോ റിക്വസ്റ്റ്. അപ്പൊ ഞാൻ അവിടെ വെച്ച് ഞാൻ എക്സ്പെക്ട് ചെയ്തു. ഞാൻ കണ്ണിൽ കണ്ടു ആ പ്രണയം. ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ നോക്കുമ്പോ എല്ലാം ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കണുണ്ടായിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്. അപ്പഴേ ഞാൻ വിചാരിച്ചു, നോക്കിയപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു റിക്വസ്റ്റ്. സത്യമാണോ പറയുന്നത്? ഇല്ല, ആദ്യം എന്നിട്ട് ഞാൻ മെസ്സേജ് ഇട്ടിട്ട് മൈൻഡ് ചെയ്തില്ല അല്ലേ. ഞാൻ കണ്ണില് പ്രണയം ഉണ്ടായിരുന്നോന്ന് ചോദിച്ചോ? അതുണ്ടായിരുന്നു. പറയട്ടെ, കണ്ണിൽ പ്രണയം ഉണ്ടായിരുന്നു? ഇഷ്ടത്തോടെ നോക്കി? ഫോട്ടോസ് ഒക്കെ ഉണ്ട് അന്നത്തെ ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലേ. എന്നിട്ട് പിന്നെ പ്രണയം തുടങ്ങി കഴിഞ്ഞിട്ട് ആരാദ്യം ഇഷ്ടം പറഞ്ഞേ? ഞാൻ തന്നെയാണ്. എന്ത് പറഞ്ഞു ഇഷ്ടം? ഞാൻ ചോദിച്ചു, എനിക്ക് ഓൾറെഡി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ബ്രേക്കപ്പ് ആയി. അങ്ങനെ ഉണ്ടായിരുന്നോണ്ട് എനിക്കിനി ഒരു റിലേഷൻഷിപ്പിലോട്ട് വെറുതെ പോയിട്ട് എനിക്ക് അത് ബ്രേക്കപ്പ് ആവാൻ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം ചോദിച്ചത് കെട്ടിക്കോട്ടെ എന്നാ. ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു, കെട്ടിക്കോട്ടെ എന്താ ചോദിച്ചു. എനിക്ക് വെറുതെ റിലേഷൻഷിപ്പിന് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇൻബോക്സ് എനിക്ക് നോക്കാൻ പറ്റുമോ? ഇല്ലാൻ പറ്റും. അപ്പൊ എന്നോട് പറയണ്ടേ എന്താണെന്ന്? ഇല്ല, അപ്പത്തേക്ക് ഇൻസ്റ്റാഗ്രാമിൽ വാട്സപ്പിലോട്ട് ആയല്ലോ. പിന്നെ വാട്സപ്പിൽ ശരി, ഇൻസ്റ്റാഗ്രാമിൽ ഒരു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, എനിക്കും ഈ റിലേഷൻഷിപ്പിനകത്ത് ഫണ്ട് കാണിക്കാൻ താല്പര്യമില്ല, മാരേജ് ആയിട്ടാണെങ്കിൽ നോക്കാന്ന് വെച്ചു. പിന്നെ ഒരു ടാസ്ക് ഉണ്ടല്ലോ, എന്റെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യിക്കണം. അവര് ഇങ്ങനെ കുറെ ദിവസമായിട്ട് കല്യാണം പറയുമ്പോ എനിക്ക് കല്യാണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു.
അപ്പൊ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ അവരൊക്കെ ഇങ്ങനെ പിന്നെ ആളുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു. ആദ്യം കുറച്ച് ഇതുണ്ടായിരുന്നു, പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്ത ആ ടൈമിൽ. എന്താ കൺവിൻസ് ചെയ്ത്? ഞാൻ പറഞ്ഞിപ്പം ഇപ്പൊ ആൾ ഈ കണ്ടീഷനിലാണ്, ഇൻ കേസ് ഞാൻ വേറൊരാളെ മാരേജ് ചെയ്യുന്നെന്ന് വെച്ചോ, ആഫ്റ്റർ മാരേജ് ആണ് ആൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ഇതുപോലത്തെ ഒരു കണ്ടീഷനിലാവണമെങ്കിൽ എനിക്ക് നോക്കേണ്ടി വരത്തില്ല. അപ്പം എന്തുകൊണ്ട് ആളെ അക്സെപ്റ്റ് ചെയ്തുകൂടാന്ന് ഞാൻ ചോദിച്ചു. എല്ലാവരും ഫ്ലാറ്റ്. എന്താ $1 million ആൻസർ ക്വസ്റ്റ്യനും ഒക്കെ ആയപ്പോഴത്തേക്ക് അവരങ്ങ് തകർന്നു. അതെ, അവരിങ്ങനെ എന്തൊക്കെയോ മാറ്റം ഉണ്ടല്ലോ, അന്ന പിന്നെ കെട്ടിച്ചേക്കാം. അപ്പൊ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? ഇല്ല ഇല്ല. വീട്ടിലെ ഇവിടുന്ന് അങ്ങോട്ട് വന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ് ഉടനെ എൻഗേജ്മെന്റ് ആയിരുന്നു, അത് കഴിഞ്ഞ് കല്യാണം. എല്ലാം എല്ലാം പെട്ടെന്നായിരുന്നു. കണ്ണടച്ച് ഒരു ശ്വാസം വിടാനുള്ള സ്പേസ് കിട്ടിയില്ല. പറഞ്ഞു വരുമ്പോ ഒരു 7-8 മാസം കൊണ്ട്, പക്ഷേ പെട്ടെന്ന് പോയ പോലെ. ആക്ച്വലി എന്ത് പറ്റിയതാണ്? എനിക്ക് 2019 ജൂൺ 2-ാം തീയതി കാർ ആക്സിഡന്റ് ആയിരുന്നു. കാറ് എറണാകുളം കല്ലൂർ മേടിച്ച എൻ്റെ BBA ഏവിയേഷൻ. അത് പഠിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ അപ്പോൾ നോമ്പ് സമയമായിരുന്നു. അപ്പോൾ എൻ്റെ 3 ഫ്രണ്ട്സ് കോളേജ് ഒരുമിച്ച് പഠിക്കുന്നത്, പിന്നെ വേറെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി എറണാകുളം വന്നിട്ട്, അപ്പോൾ പുള്ളിക്കാരിക്ക് തിരിച്ച് മലപ്പുറത്താണ് വീട്. അങ്ങോട്ട് പോകാൻ വേണ്ടി പോയതാണ്. മലപ്പുറത്തിനും കോഴിക്കോടിനിടയിലെ സ്ഥലം ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി തിരിച്ചു പോകണം. അപ്പോൾ എന്തായാലും നമ്മളൊരു പ്ലാൻ ഇട്ടു, പോവാം, ഒരു ട്രിപ്പായിട്ട് പോവാം എന്തായാലും. ജൂൺ 1-ാം തീയതി രാത്രി ഒരു PVR കയറി ഒരു സിനിമയും കണ്ടിട്ട് നേരെ നമ്മൾ ട്രിപ്പിന് പോയി. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഫ്രണ്ടിലാരും തന്നെ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരി വീട്ടിൽ പോയി. അന്ന് ഇഫ്താർ ആയതുകൊണ്ട് മുസ്ലിം വീടാണ്. അപ്പോൾ വിരുന്ന് ഇതൊക്കെ ഉണ്ടല്ലോ, നോമ്പുറ ഉണ്ടല്ലോ, നോമ്പുറയ്ക്ക് വേണ്ടി പോയിട്ട് അവിടെ പോയി നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കോഴിക്കോട് ലൈറ്റ് മാളിലൊക്കെ കയറി, ആ ലൈറ്റ് മാളിലൊക്കെ കയറി ഫുള്ള് അങ്ങനെ കുറച്ച് ബീച്ചിലൊക്കെ പോയി. തിരിച്ച് വരുന്ന വഴി എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറുന്നവരെ ഓർമ്മയുള്ളൂ. അടുത്ത് ഞാൻ കണ്ണു തുറക്കുമ്പോൾ, മീൻസ് എനിക്ക് ഓർമ്മയുള്ളപ്പോൾ ഒരു 1.5 ആഴ്ച കഴിഞ്ഞു ആക്സിഡന്റ് കഴിഞ്ഞിട്ട്. വേണമെങ്കിൽ ഈ കാലും ഒന്നുമില്ല. ഞാൻ ആദ്യം നോക്കുമ്പോൾ കാലം നീങ്ങുന്നില്ല, കൈ നീങ്ങുന്നില്ല, സൗണ്ട് ഇല്ല, വോയിസ് ഇല്ല. അപ്പോൾ വെന്റിലേറ്റർ ആയിരുന്നു. അതായിരുന്നു ബാക്കി എനിക്ക് പറഞ്ഞറിവേ ഉള്ളൂ. ഇതേപോലെ ഓടിച്ചു പോയപ്പോൾ ഫ്രണ്ടാണ് കാർ ഓടിച്ചു പോയപ്പോൾ പുള്ളി ഉറങ്ങിപ്പോയി. കാറ് നേരെ പോയി ഒരു മരത്തിലിടിച്ചു. അങ്ങനെയായിരുന്നു ആക്സിഡന്റ്. പുറകിലായിരുന്നു അതോ ഫ്രണ്ടിൽ തന്നെ? ഞാൻ പുറകിൽ കിടക്കുമായിരുന്നു. ഓഹോ, അതുകൊണ്ടാണ് ഇത്രയും പറ്റിയത്. സ്പൈനൽ കോഡ് ഇഞ്ചുറി. സ്പൈനൽ കോഡിനാണല്ലേ? അപ്പൊ ഇപ്പം കൈ രണ്ടും അറിയാം, പക്ഷേ ഫിംഗേഴ്സ് പാരലൈസ്ഡ് ആണ്. കൈ അനക്കാം അല്ലേ? ഫിംഗേഴ്സ്. പിന്നെ ക്വാഡ്രിപ്ലീജിക് എന്ന് പറയും, കാലും കൈയും പാരലൈസ്ഡ്. അപ്പം അതിനുശേഷമാണോ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്? അത് അതിന് മുന്നേ ആയിരുന്നോ? വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ? അതിന് മുന്നേ ഉണ്ടായിരുന്നു, ശേഷം ഉണ്ടായിരുന്നു. ആള് ചില്ലറക്കാരനല്ല കേട്ടോ. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്തിനല്ലേ? ആള് എൻ്റെ അടുത്തും പറഞ്ഞു പാസ്റ്റ് ഒന്നും അറിയണ്ടെന്ന്. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു ശരി, പാസ്റ്റ് ഒന്നും അറിയണ്ട, ഇരിക്കട്ടെ. അല്ല, എന്നിട്ട് നമ്മൾ ഷെയർ ചെയ്യുമല്ലോ ഇങ്ങനെ ഒരു മെമ്മറീസ് ഒക്കെ പോലെ. എല്ലാം പറഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. ഇതാണ് ഏറ്റവും വലിയ അടി. എന്നാന്നറിയോ, ഇതും കൂടെ ചീറ്റി പോയ ഇയാളുടെ കൂടെ കൂട്ടി വേണം അടുത്ത ആളോട് എന്ന് പറയാൻ. മനസ്സിലായോ? ഞാൻ അങ്ങനെ പോയിട്ട് ഇനി ഒരു സ്റ്റോറി ആവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ആദ്യം പറഞ്ഞത്. എനിക്ക് ഈ റിലേഷൻഷിപ്പിനകത്ത് കിടന്ന് പണ്ണ് കാണിക്കുന്ന താല്പര്യമില്ല, കല്യാണം വേണമെങ്കിൽ നോക്കാം. അതിന് മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ കെട്ടിക്കോട്ടെ ഡയറക്റ്റ് ചോദിച്ചേ. കെട്ടിക്കോട്ടെ കണ്ടപ്പോ കെട്ടാൻ തോന്നിയോ? തോന്നി. അവര് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുന്നേനെ? സമ്മതിച്ചില്ലെങ്കിൽ ഒരു 5 ദിവസം പറയണ അടുത്ത് വേറെ ഇല്ല. ഞാൻ കേരളത്തിൽ എനിക്ക് അങ്ങനെ എനിക്ക് അടുത്തേക്ക് ഇഷ്ടം തോന്നി ഞാൻ അപ്പൊ അങ്ങ് പറയും. മനസ്സിൽ ഞാൻ കൊണ്ട് നടക്കൂല. കെട്ടിക്കോട്ടെ ചോദിക്കുന്നേ? ഇല്ല ബാക്കി ആരും ചോദിച്ചിട്ടില്ല. ബാക്കി ആരും കെട്ടിക്കോട്ടെ എന്ന് ഡയറക്റ്റ് ചോദിച്ചില്ല ആദ്യം.